بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين والآل كل والصحابة أجمعين أما بعد സ്നേഹാദരവുകൾ നിറഞ്ഞ മുഅ്മിനുകൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, നിസ്കാരത്തിൽ ദുആഉൽ ഇഫ്തിതാഹ്, പ്രാരംഭ പ്രാർത്ഥന, വജ്ജഹ്തു, അതിനെക്കുറിച്ച് നാം കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി. ദുആഉൽ ഇഫ്തിതാഹ്, വജ്ജഹ്തുവിന് ശേഷം ഫാത്തിഹ ഓതുമല്ലോ. ഫാത്തിഹ നിസ്കാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫർളാണ്. എല്ലാ നിസ്കാരങ്ങളിലും ഫാത്തിഹ വേണം. മയ്യിത്ത് നിസ്കാരമടക്കം സർവ നിസ്കാരങ്ങളിലും ഫാത്തിഹയുണ്ട്. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാതെ നിസ്കാരമില്ലെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസ്താവനയുണ്ട്. എല്ലാ നിസ്കാരങ്ങളിലും സർവ റക്അത്തുകളിലും ഫാത്തിഹ നിർബന്ധമാണ്. ഫാത്തിഹയുടെ മുമ്പ് തഅവ്വുദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നു ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. എല്ലാ റക്അത്തുകളിലും ഫാത്തിഹയുടെ മുമ്പ് അഊദു ചൊല്ലൽ സുന്നത്തുണ്ട്. ഒന്നാമത്തെ റക്അത്തിൽ അത് ഏറ്റവും മുഅക്കദായ വളരെ ശക്തമായ സുന്നത്താണ്. എല്ലാ റക്അത്തുകളിലും ഫാത്തിഹയുടെ മുമ്പ് അഊദു ഓതൽ സുന്നത്ത് തന്നെയാണ്. അഊദു അതിനെ ഉപേക്ഷിക്കൽ കറാഹത്താണ്. നിസ്കാരത്തിൽ ഓരോ റക്അത്തുകളിലും ഫാത്തിഹ ഓതുമ്പോൾ അതിന്റെ മുമ്പ് അഊദു ചൊല്ലാൻ ശ്രദ്ധ വേണം. വളരെ പ്രാധാന്യമുള്ള പ്രാർത്ഥനയാണ് അഊദു. ഓരോ റക്അത്തിലും അഊദു ചൊല്ലൽ സുന്നത്തുണ്ട്. ഒന്നാം റക്അത്തിൽ മുഅക്കദായ സുന്നത്താണ്. ഏത് റക്അത്തുകളിലായാലും അഊദു ഉപേക്ഷിക്കൽ കറാഹത്ത് ഉണ്ട്. വളരെ അർത്ഥമുള്ള വളരെ ഫലപ്രദമായ പ്രാർത്ഥനയാണ് അഊദു. وإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ അഊദു ചൊല്ലണമെന്ന് ഖുർആനിലൂടെ തന്നെ അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട്. വലിയ അർത്ഥങ്ങളുണ്ടതിൽ. നമുക്ക് നേരെ വരുന്ന ഉപദ്രവങ്ങൾ, നഷ്ടങ്ങൾ തട്ടിമാറ്റാൻ, പ്രതിരോധിക്കാൻ അള്ളാഹുവിന്റെ സഹായം ആവശ്യമാണ്. ആ ഒരു തിരിച്ചറിവാണ് അഊദുവിലെ ഏറ്റവും മർമ്മം. എന്റെ പ്രതിരോധത്തിന് ഞാൻ മാത്രം പോരാ, എന്നെക്കൊണ്ടതിന് സാധിക്കൂല. എനിക്ക് നേരെ വരുന്ന ഉപദ്രവങ്ങളെ തള്ളി മാറ്റാൻ അള്ളാഹുവിനെ ആശ്രയിച്ചേ പറ്റൂ എന്ന തിരിച്ചറിവ് അഊദുവിന്റെ മർമ്മമാണ്. അഊദു ബില്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ എന്നെ കാക്കണേ, മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട ശൈത്വാനിൽ നിന്ന് അള്ളാഹുവേ എന്നെ കാക്കണേ എന്ന പ്രാർത്ഥനയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അശ്ശൈത്വാൻ എന്ന വാക്കിന് വിശാലമായ അർത്ഥതലങ്ങളുണ്ട്. സത്യത്തിൽ നമ്മുടെ വിജയത്തിന്, ഇഹപര വിജയത്തിന് തടസ്സമാകുന്ന സർവ തടസ്സങ്ങളും അശ്ശൈത്വാൻ എന്ന പദത്തിന്റെ വിശാലമായ അർത്ഥങ്ങളിൽ ഉൾപ്പെടും. അൽ മലാറു ദീനിയ, ദീനിയായ വിഷമങ്ങൾ. അൽ മലാറു ദുന്നവിയ, ദുന്നവിയായ വിഷമങ്ങൾ. അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ, വേദനകളും രോഗങ്ങളും, ഇതെല്ലാം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങളിൽ ഉൾപ്പെടുമെന്ന്
പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവ് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉണർത്തിയത് സാന്ദർഭികമായി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ അള്ളാഹുവെ രോഗങ്ങളിൽ നിന്ന് എന്നെ കാക്കണേ എന്ന അർത്ഥം അതിനുണ്ട്. അള്ളാഹുവെ വേദനകളിൽ നിന്ന് എന്നെ കാക്കണേ എന്ന അർത്ഥം അതിനുണ്ട്. അള്ളാഹുവെ വിജയത്തിന് തടസ്സമാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും എന്നെ കാക്കണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന അർത്ഥം അതിനുണ്ട്. മനുഷ്യന്റെ ഈമാൻ അപകടത്തിൽപ്പെടുത്താൻ, നന്മയുടെ വഴികളിൽ മുടക്കം സൃഷ്ടിക്കാൻ, തിന്മകളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവാൻ ഇടപെടുന്ന ദുഷിച്ച ജിന്നുകളും ദുഷിച്ച മനുഷ്യരും ഉണ്ട്. ഷയാത്തീനുൽ ഇൻസി വൽ ജിന്നി വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗമാണല്ലോ. മനുഷ്യ പിശാചുക്കളും ജിന്നി പിശാചുക്കളും. അപ്പൊ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ, നന്മയുടെ മാർഗങ്ങളിൽ നിന്ന് നമ്മെ തടയാൻ, തിന്മകളിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന എല്ലാവിധ പിശാചുക്കളിൽ നിന്നും, ജിന്നി പിശാചുക്കളിൽ നിന്ന്, മനുഷ്യ പിശാചുക്കളിൽ നിന്ന്, നമുക്ക് ദുർബോധനം നൽകുന്ന മനുഷ്യ പിശാചുക്കളിൽ നിന്ന് എല്ലാം രക്ഷ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അശൈത്വാൻ എന്നതിന്റെ വിവിധ അർത്ഥതലങ്ങൾ വിശദീകരിച്ചതിന് ശേഷം വൽ ഇസ്തിആദത്തു യതനാവലുൽ ജമീഅ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന പ്രാർത്ഥന ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതും ഇത്തരം സർവ്വ പ്രയാസങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, ശല്യങ്ങളിൽ നിന്നും, ദുർബോധനങ്ങളിൽ നിന്നും, ഉപദ്രവകാരികളിൽ നിന്നും രക്ഷ തേടിയുള്ള പ്രാർത്ഥനയാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ വിജയത്തിന് തടസ്സമാകുന്ന സർവ്വകാര്യങ്ങളിൽ നിന്നുമുള്ള രക്ഷാതേട്ടമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത്. അതുകൊണ്ട് അത് ശീലമാക്കണം. നിസ്കാരത്തിലെ ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ്, ബിസ്മി ചൊല്ലുന്നതിന്റെ മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലാൻ മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അത്തരം നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കാനും ഛർദ്ദിക്കാനും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്തു തരുമാറാവട്ടെ. ദുആഉൽ ഇഫ്തിതാഹിന് ശേഷം അഥവാ വജ്ജഹ്തുവിന് ശേഷമാണ് അഊദു ചൊല്ലുന്നത്. എന്നാൽ വജ്ജഹ്തുവിന്റെ ശേഷം അഊദുവിന്റെ മുമ്പായി ഒരു സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലാനുള്ള ഒരു ഇടവേള അവിടെ സുന്നത്തുണ്ട്. ഒരു സെക്ത, ഒരടക്കം സുന്നത്തുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നുവല്ലോ, തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലാൻ മാത്രമുള്ള ഒരു ചെറിയ അടക്കത്തിന് ശേഷമാണ് വജ്ജഹ്തു തുടങ്ങേണ്ടത്. എന്നതുപോലെ വജ്ജഹ്തു തീർന്നതിന് ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ മാത്രമുള്ള ഒരു ചെറിയ ഇടവേള, ഒരു ചെറിയ അടക്കം, അതിനുശേഷമാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലേണ്ടത്. ഇനി അഊദുവിന് ശേഷം ബിസ്മി ചൊല്ലുന്നതിന്റെ മുമ്പും ഇതുപോലെ ഒരു ചെറിയ അടക്കം സുന്നത്തുണ്ട്. നിസ്കാരങ്ങളിൽ 6 സ്ഥലങ്ങളിൽ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലാനുള്ള ഒരു സമയ അടക്കം ഇടവേള സുന്നത്തുണ്ട്. ഒന്ന് നാം കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെയും വജ്ജഹ്തുവിന്റെയും ഇടയിൽ ഒരു ചെറിയ അടക്കം ഇടവേള സുന്നത്താണ്. 1. 2, വജ്ജഹ്തുവിന് ശേഷം എന്ന് പറഞ്ഞാൽ ദുആഉൽ ഇഫ്തിതാഹ്, പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് ശേഷം അഊദു ചൊല്ലുന്നതിന്റെ മുമ്പായി സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലാൻ മാത്രമുള്ള ഒരു ഇടവേള, ഒരടക്കം സുന്നത്തുണ്ട്. 2 എണ്ണമായി. 3, അഊദുവിന്റെയും ബിസ്മിയുടെയും ഇടയിലും അതുപോലെ ഒരു അടക്കം സുന്നത്തുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിങ്ങനെ അങ്ങ് തുടർന്ന് ചൊല്ലുകയല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിയതിനു ശേഷം
സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലാൻ മാത്രമുള്ള ഒരു ചെറിയ അടക്കം സുന്നത്താണ്. അതിനുശേഷമാണ് ബിസ്മി ചൊല്ലേണ്ടത്. 3 ആയല്ലോ. തക്ബീറത്തുൽ ഇഹ്റാമിന്റെയും വജ്ഹത്തുവിന്റെയും ഇടയിൽ 1, വജ്ഹത്തുവിന്റെയും അഊദുവിന്റെയും ഇടയിൽ 2, അഊദുവിന്റെയും ബിസ്മിയുടെയും ഇടയിൽ 3, 4 ഫാത്തിഹയുടെ അവസാനത്തിന്റെയും ആമീൻ എന്നതിന്റെയും ഇടയിൽ, വലല്ലാലീൻ എന്ന് ഓതിയതിനു ശേഷം ഒരു ചെറിയ ഇടവേള സുബ്ഹാനല്ലാഹ് എന്നൊരടക്കം. അത് കഴിഞ്ഞിട്ടാണ് ആമീൻ എന്ന് പറയേണ്ടത്. ഇപ്പൊ 4 ആമീൻ ചൊല്ലിയതിന്റെ ശേഷം സൂറത്തിന്റെ ബിസ്മി തുടങ്ങുന്നതിന്റെ മുമ്പായി അവിടെയും ഒരു സെക്ത സുന്നത്തുണ്ട്. സൂറത്ത് അവസാനിച്ചതിന് ശേഷം റുക്കൂയിലേക്ക് കുനിയുന്നതിന്റെ മുമ്പ് അവിടെയും ഒരു സെക്ത സുന്നത്തുണ്ട്. സൂറത്തങ്ങ് തീർന്ന ഉടനെ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി റുക്കൂയിലേക്ക് പോവുകയല്ല. സൂറത്ത് ഓതി തീർന്നതിന് ശേഷം സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലാനുള്ള ഒരടക്കം അവിടെ താമസിച്ച് അതിനുശേഷമാണ് റുക്കൂയിലേക്ക് പോകേണ്ടത്. അപ്പൊ നിസ്കാരത്തിൽ ഇങ്ങനെ 6 സ്ഥലങ്ങളിൽ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലാനുള്ള ഒരിടവേള സുന്നത്തുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അഊദ് ചൊല്ലുമ്പോൾ ഉറക്ക ഓതാറുള്ള നിസ്കാരങ്ങളിലാണെങ്കിലും അഊദ് പതുക്കെ ഓതലാണ് സുന്നത്ത്. മഗ്രിബ്, ഇശാ, സുബ്ഹി, ഫാത്തിഹ ഉറക്ക ഓതൽ സുന്നത്തുള്ള നിസ്കാരമാണല്ലോ. അതിലാണെങ്കിലും അഊദ് പതുക്കെ തന്നെ ഓതലാണ് എല്ലാവർക്കും സുന്നത്ത്. ഇമാമിനും മൗമൂമിനും ഒറ്റക്ക് നിസ്കരിക്കുന്നവർക്കുമൊക്കെ അഊദ് പതുക്കെ ഓതലാണ് സുന്നത്ത്. ബിസ്മി ഓതാൻ തുടങ്ങിയിട്ടില്ലെങ്കിലാണ് അഊദ് ഓതൽ സുന്നത്തുള്ളത്. അഊദുവിന്റെ കാര്യം മറന്നുകൊണ്ടാണെങ്കിൽ പോലും ബിസ്മി ചൊല്ലിപ്പോയാൽ പിന്നീട് അഊദ് ഓതൽ സുന്നത്തില്ല. അഊദുവിന്റെ അവസരം നഷ്ടപ്പെട്ടിരിക്കുന്നു. മാലം യശ്റഅ ഫീ ഖിറാഅത്തിൻ വലൗ സഹ്വൻ, മറന്നുകൊണ്ടാണെങ്കിലും ബിസ്മി ഓതാൻ തുടങ്ങിയാൽ അഊദുവിന്റെ അവസരം നഷ്ടപ്പെടുമെന്ന് കർമ്മശാസ്ത്ര ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലി വലിയ അർത്ഥതലങ്ങളുള്ള ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവം ഏറെയുള്ള പ്രാർത്ഥനയാണ് അഊദ് നിർവഹിച്ചു. അതിനുശേഷം ബിസ്മി ചൊല്ലി ഫാത്തിഹ തുടങ്ങുകയാണ്. പറഞ്ഞല്ലോ, ദുആഉൽ ഇഫ്തിതാഹിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് മയ്യിത്ത് നിസ്കാരത്തിൽ സുന്നത്തില്ല, മറ്റെല്ലാ നിസ്കാരങ്ങളിലും സുന്നത്താണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഫാത്തിഹ അത് സർവ്വ നിസ്കാരങ്ങളിലും ഉണ്ട്. മയ്യിത്ത് നിസ്കാരത്തിലടക്കം എല്ലാ നിസ്കാരങ്ങളിലും ഫാത്തിഹ ഫർളാണ്. ഫാത്തിഹ ഓതുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഓതണം. ഫാത്തിഹയിലെ ശബ്ദുകൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അക്ഷരങ്ങൾ ശ്രദ്ധിക്കണം. അക്ഷരങ്ങളുടെ മഖറജുകൾ ശ്രദ്ധിക്കണം. ഫാത്തിഹ തുടർച്ചയായി ഓതണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടുതൽ ഇടവേള വരാൻ പാടില്ല. ഫാത്തിഹയുടെ 2 ഭാഗങ്ങൾക്കിടയിൽ സാധാരണ ശ്വാസോച്ഛ്വാസം നടത്തുന്നതിലേറെയുള്ള ഇടവേള വരാൻ പാടില്ലെന്ന് നിയമമുണ്ട്. ഇങ്ങനെ നീണ്ട ഇടവേള വന്നാൽ ഫാത്തിഹ ആവർത്തിക്കേണ്ടി വരും. ഫാത്തിഹയുടെ ഇടയിൽ തുമ്മിയ ഒരാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ രണ്ടാമത് ആദ്യം മുതൽ ഓതൽ നിർബന്ധമാണ്. എന്നാൽ ഇമാമിനോടൊപ്പം നിസ്കരിക്കുമ്പോൾ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് സൗകര്യം പോലെ വിശദീകരിക്കാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കാതെ മൊത്തത്തിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ ഇമാമിന്റെ ഫാത്തിഹയുടെ മുമ്പ് തന്നെ ഫാത്തിഹ തുടങ്ങിപ്പോയ ഒരാൾ ചിലപ്പോൾ ഇമാമിനോടൊപ്പം ഫാത്തിഹയുടെ ഇടയിൽ ആമീൻ പറഞ്ഞു. അതുകൊണ്ട് ഫാത്തിഹ ആവർത്തിക്കേണ്ടതില്ല. ഇരിക്കട്ടെ, അപ്പോൾ ജമാഅത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. പറഞ്ഞു വരുന്നത്, ഫാത്തിഹ ഓതുമ്പോൾ വളരെ കൃത്യമായ ശ്രദ്ധ വേണം. ഷദ്ദുകൾ ശ്രദ്ധിക്കണം.
ഹർഫുകൾ സൂക്ഷിക്കണം, മഖ്റജുകൾ ശ്രദ്ധയോടുകൂടി തന്നെ ഓതണം. അത് പഠിക്കൽ നിർബന്ധമാണ്. പലപ്പോഴും അക്ഷരങ്ങൾ മാറിപ്പോവാനും നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും നേരായ രൂപത്തിൽ നിർവഹിക്കാനും നമുക്ക് തൗഫീക്ക് ചെയ്തു തരുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.